ആരോഗ്യ നില മെച്ചപ്പെട്ടു വരികയാണ്. പിന്നെ ഈ സംഭവം ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം ആദ്യത്തെ സംഭവം എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം വടകര സ്ഥാനാർത്ഥിയായത് മുതൽ CPM വളരെ ബോധപൂർവ്വം അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. ആദ്യത്തെ സ്ക്രീൻഷോട്ട് കാഫിർ വിവാദം, അതിനുശേഷം ജനപ്രതിയായി ജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം പേരാമ്പ്രയിൽ വെച്ച് DYFIക്കാരെ ആക്രമിക്കാൻ നോക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട CPMന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ അപവാദം പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അന്നേരം ബോധപൂർവമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഈ സംഭവം. എപ്പോഴൊക്കെ ഗവൺമെന്റ് പ്രതിസന്ധിയിൽ ഉണ്ടാകുന്നു അപ്പോഴൊക്കെ ഇത്തരത്തിൽ ഉള്ള സംഭവ വികാസം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വളരെ കൃത്യതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വലിയ ധാരണയുണ്ടാകും. കാരണം പോലീസിലെ CPMന്റെ ഫ്രാക്ഷനായി പ്രവർത്തിക്കുന്ന ഒരു SP ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ആ SP പറയുകയാണ് അങ്ങനെ ഒരു സംഘർഷം അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. വിഷ്വലുകൾ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പോലീസ് എങ്ങനെയാണ് ലാത്തി ചാർജ് നടത്തേണ്ടതെന്നുള്ള പോലീസ് മാനുവൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ പാലിക്കാതെ ലാത്തി ചാർജ് നടത്തിയിട്ട് അദ്ദേഹം പറയാണ് അങ്ങനെ ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ലാത്തി ചാർജ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കരുതുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതറിയാം, SP-ക്ക് ഇതിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട്. എന്തുകൊണ്ട്? കേരളത്തിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ ആരോപണങ്ങളുടെ മുൾമുനയിലാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. ശബരിമല വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ മാറ്റിവിടുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ജനപ്രതിനിധിയെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചതെന്ന് ഞങ്ങൾ പറയുകയാണ്. അതിന്റെ അന്വേഷണം നടക്കണം. ഇതിനു മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന പേരുള്ള ഒരു കെട്ടിടം തകർന്നു വീണ ഒരു വനിത മരിക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറച്ചുവിടാൻ ഞങ്ങൾ ഉത്തരവാദിത്തോട് ആരോപണം പറയാണ്. ഗോവിന്ദസ്വാമി ജയിലിൽ ചാടുന്നു, 2 ദിവസം അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ വളരെ ബോധപൂർവം ഗവൺമെന്റ് എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ അപ്പോഴൊക്കെ തന്നെ കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നാടകങ്ങൾ കളിക്കുന്നത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ED-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകനെതിരെ ഗുരുതരമായ ആരോപണം വരുന്നു. 2023 ഒക്ടോബറിലാണ് ആരോപണം വരുന്നത്. ആ ആരോപണത്തിന്റെ മറവിൽ തൃശൂരിലെ സീറ്റ് അതിന്റെ പിന്നിലുള്ള ഡീലാണെന്ന് കരുതേണ്ടി വരികയാണ്. എങ്ങനെ? അന്നും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തൃശൂരിൽ ഈ പറയുന്ന തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ചു. അന്നേരം ഗുരുതരമായി കേരളത്തിലെ ഗവൺമെന്റിനെതിരെ എപ്പോഴൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി ബോധപൂർവം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഒരു തർക്കവുമില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിന്റെ വർഗ ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ എങ്ങനെയാണ് പ്രതിഷേധം എന്നുള്ളത് ഗവൺമെന്റ് കണ്ടു. അത് അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ടാവും. ഇതിന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ. SP ഉൾപ്പെടെയുള്ള ആളുകളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് ഇതിനെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്.